ഹലോ ഗൈസ്, ഞാനിതാ ഗേറ്റും തള്ളി തുറന്ന് എങ്ങോട്ടാ പോകണമെന്ന് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവും. വേറെ എങ്ങോട്ടും അല്ല, ഞാൻ പഠിച്ച സ്കൂളിലേക്കാണ് പോണത്. ഏകദേശം ഒരു 5-6 കൊല്ലമായി തോന്നുന്നു ഞാൻ ഇവിടുന്ന് പോയിട്ട്. വീണ്ടും ഞാൻ ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്കൂളിൽ കലോത്സവമാണ്. അപ്പോൾ ഉണ്ണിമോൾക്ക് ഇന്ന് ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി തന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. ക്ലാസ്സിൽ ചെന്നപ്പോൾ ഇതാ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ച ക്ലാസ്സാണ് ഇത്. ഇവിടെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. ഇവിടെ അമ്മമാരും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാനിതാ ഇത് ഉണ്ണിമോളുടെ കൂട്ടുകാരിയാണ് ശിവാനിക്കുട്ടീനെയാണ് ഞാൻ ആദ്യം ഒരുക്കിയത്. മുടി കെട്ടിയതും ഡ്രസ്സൊക്കെ ഇടിച്ചു കൊടുത്തതും ഈ സാരി പിടിച്ചു കൊടുത്തതൊക്കെ വേറെ ചേച്ചിമാരാണ്. അതായത് ഈ ഉണ്ണിമോളുടെ അമ്മമാർ തന്നെയാണ്. എനിക്ക് ആ പണിയൊന്നും അറിയാത്ത കാരണം മുഖം മാത്രം ഞാൻ ഏറ്റെടുത്തുള്ളൂ. പിന്നെ ഇവർ ഒരുപാട് മേക്കപ്പ് ഒന്നും വേണ്ട, കുഞ്ഞ് മേക്കപ്പ് മതി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല കേട്ടാ. പിന്നെ ഞാൻ ഉണ്ണിമോളെ ഒരുക്കാനായിട്ടിരുന്നു. ഉണ്ണിമോളെ ഞാൻ കണ്ണൊക്കെ എഴുതി പിരികൊക്കെ വരച്ച് നല്ല അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് എത്തിയത്. കുറേ ഉണ്ണിമോളൊക്കെ ഒരുവിധം എന്താ പറയുക ഒരുങ്ങിയൊക്കെ തുടങ്ങിയായിരുന്നു. ഉണ്ണിമോളായിരുന്നു ലേറ്റ് ആയത്. ലേറ്റ് ആവാൻ കാരണം ഉണ്ണിമോൾ തന്നെയായിരുന്നു. 9 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് നമ്മൾ 9:30ക്കാണ് എത്തിയത്. മുല്ലപ്പൂ എടുക്കാൻ മറന്നുപോയി. പിന്നെയും വീട്ടിൽ തിരിച്ചു പോയി മുല്ലപ്പൂ എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാ കറണ്ട് പോയി. പിന്നെ ആകെ വെളിച്ചില്ലാണ്ട് ഞാൻ എന്തൊക്കെയൊക്കെ കാട്ടുന്നുണ്ടായിരുന്നു. ആ ജനലും എല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു ഉണ്ണിയോട് ഡ്രസ്സ് മാറുന്നതുകൊണ്ടൊക്കെ. അങ്ങനെ അതൊക്കെ ഞാൻ തുറന്നിടുമോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും കറണ്ടൊക്കെ വന്നായിരുന്നു. കുഴപ്പമുണ്ടായില്ല. അങ്ങനെയൊക്കെ ഞാൻ ഒരുക്കി കൊടുത്തു എല്ലാവരേനെയും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞു കുഞ്ഞുങ്ങൾ ഒരുക്കാനൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ നേരെ ഇരുന്ന് നിരത്തിയൊന്നുമില്ല, പക്ഷെ എന്നാലും ആ ഒരുക്കിയിട്ട് കാണുമ്പോഴൊക്കെ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ശിവാനിക്കുട്ടിയുടെ അമ്മ വന്നിട്ട് എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്ത് നൈസായിട്ട്. എന്താ ചാനലിൻ്റെ പേര്? എൻ്റെ ചാനലിൻ്റെ പേര് സ്റ്റോറി ഓഫ് ഗായത്രിയുടെ 3E3 ആയിരുന്നുള്ളൂ. ഇത്രയും പാരൻസിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഇത്രയും പാരൻസ് കലോത്സവത്തിനൊന്നും വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും അവരവരുടെ തിരക്കുകൾ മാറ്റിവെച്ച് അവരവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടാണ്. ഭയങ്കര സന്തോഷമായി. എല്ലാവരും സ്വന്തം മക്കളൊന്നും നോക്കാതെ എല്ലാവരെയും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുങ്ങാത്തൊരു ഡാൻസ് സ്റ്റെപ്പൊക്കെ കളിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ടീച്ചേഴ്സ് വന്നിട്ട് അതിൻ്റെ ഇടയിൽ സമയമായി വേഗം ആവട്ടെ ഒരുങ്ങെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ടെൻഷനിലായിരുന്നു. പിന്നെ ചെസ് നമ്പറൊക്കെ കൊണ്ടുവന്ന് കുത്തി കൊടുത്തായിരുന്നു. ഇവർ 5ാം ക്ലാസ്സുകാരാണ് കേട്ടോ. ഉണ്ണിമോളൊക്കെ 5ാം ക്ലാസ്സാണ്. അപ്പോൾ അതെല്ലാവരും ഒരുക്കിയൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഉണ്ണിമോള് പാവാടയൊക്കെ സെറ്റിൽ നിന്ന് സ്റ്റെപ്പ് ഇട്ട് നോക്കുന്നുണ്ട്. അങ്ങോട്ട് പോണതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കുഞ്ഞു സാധനത്തിനെ കണ്ടു. ഒരു കുരിപ്പിന് നല്ല ഡ്രസ്സുണ്ട് അവനെ കാണാനായിട്ട്. അവൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വന്നാണ്. ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ. അങ്ങനെ നമ്മൾ സ്റ്റാഫ് റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോണത്. ഓഡിറ്റോറിയം ഞാൻ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നല്ലായിരുന്നു കേട്ടോ. പൊട്ടി പൊളിഞ്ഞ് മറ്റേ പ്രാവൊക്കെ അപ്പിട്ട് ആകെ സീനായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറ്റി അടിപൊളിയാക്കിയിട്ടുണ്ട് ഓഡിറ്റോറിയം. മറ്റേത് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. ഇപ്പം അടിപൊളിയാക്കി എല്ലാം സെറ്റപ്പാണ്. അപ്പോൾ ഇതാണ് പിള്ളേർ. ഇവർ 5 പേരാണ് ഡാൻസ് കളിക്കാൻ പോണത്. അപ്പോൾ അവരെല്ലാവരും നിർത്തി ഞാനൊരു ഹായൊക്കെ പറയിപ്പിച്ചു. അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റാകുന്നുണ്ട്. ഇനി അകത്തോട്ട് കയറണം. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പണ്ട് ഞാനിവിടെ ഓടിക്കളിച്ചതും വീണതും അടി കിട്ടിയതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. പിന്നെന്താ ആ ഒരു നൊക്ലാച്ചിയെ വന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കയറിയിട്ട് ഡാൻസൊക്കെ കാണാൻ തുടങ്ങി. ആദ്യം വേറെ UPയിൽ തന്നെ പിള്ളേരുടെ ഡാൻസ് ആയിരുന്നു. അത് കണ്ടു കുറച്ച് നേരം. അപ്പോൾ അടുത്തത് ഉണ്ണിമോളുടെയും ടീംസിൻ്റെയും ഡാൻസാണ്. കേരളത്തനിമ എന്നാണ് അവരുടെ ഡാൻസ്. നല്ല രസമുണ്ടായിരുന്നു. നല്ല സുന്ദരി കുട്ടികളായിരുന്നു എല്ലാവരും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അവരുടെ ഡാൻസ് കേട്ടോ. ഇതും UPക്കാർ തന്നെ ഡാൻസ് ആയിരുന്നു. ഉണ്ണിമോൾ ഡാൻസ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെയും ഡാൻസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് കാണാനായിട്ട് ഇരുന്നു. ശരിക്കും ഉണ്ണിനെ ഡ്രസ്സ് മാറ്റാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്തോ ഗേറ്റിൻ്റെ അവിടെ എന്തോ പ്രശ്നങ്ങളായിരുന്നു. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാലും നമ്മളിപ്പോൾ എവിടെ ചെന്നാലും ക്യാമറ ഓണാക്കി നിൽക്കണമല്ലോ. നമ്മളൊരു യൂട്യൂബറാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ പിന്നെയും ക്യാമറ ഓണാക്കി വെച്ച് എന്താണെന്ന് അറിയാണ്ട് പോലും ഞാനത് വീഡിയോ എടുത്ത്. എന്താ കാര്യമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടും കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാതും ഞാനിരുന്ന് കണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഡാൻസും ഞാൻ കണ്ടുവരുന്നിട്ട്. ഞാൻ 5 തൊട്ട് 10 വരെ ഈ ഒരു സ്കൂളിലാണ് പഠിച്ചത്. സ്കൂൾ വന്നിട്ട് നമ്മുടെ ഏങ്ങണ്ടിയൂർ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് ഇതിൻ്റെ പേര്.
പിന്നെ ഈ ഒരു ഡാൻസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് UP സെക്ഷൻ അല്ല, ഇത് ഹൈസ്കൂൾ സെക്ഷൻ ആയിരുന്നു. നല്ലതായിരുന്നു കേട്ടോ ഡാൻസ്. ഞാൻ പിന്നീട് അറിഞ്ഞായിരുന്നു ഇവർക്കാണ് ഫസ്റ്റ് കിട്ടിയെന്നുള്ളത് ഹൈസ്കൂളിൽ. നല്ല ഡാൻസ് ആയിരുന്നു ഇത്. ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ പിള്ളേരൊക്കെ നല്ല വൈബിലായിരുന്നു, ഫുൾ ഓൺ സപ്പോർട്ടായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞു. എല്ലാവരും നല്ല ഫുൾ ഓൺ വൈബിലാണ് ഇരിക്കണതെന്ന്. ഇത് പിന്നെ UP സെക്ഷൻ ആണോ അതോ ഹൈസ്കൂളുകാരതാണോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സംഭവം എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു എന്താ പറയുക, പാമ്പിൻ്റെ എന്തോ ബേസ് ചെയ്തിട്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്തില്ലേ ഈ ഒരു ഗ്രൂപ്പ് ഡാൻസിന് ആകെ ഒരു ടീം അങ്ങാണ് ഉണ്ടാവുള്ളൂ. UP നിന്നായാലും ഹൈസ്കൂളിൽ നിന്നായാലും ആകെ ഒരു ടീം ഉണ്ടാവുള്ളൂ. അവർക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കും, അവർക്ക് തന്നെ പ്രൈസ് കൊടുക്കണം. അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഒരുപാട് ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതും ഹൈസ്കൂൾ സെക്ഷൻ ആയിരുന്നു. ഇവരുടെ ഡാൻസും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിമോളുടെ ഡാൻസിന് സെക്കൻഡ് കിട്ടിയായിരുന്നു UP സെക്ഷനിൽ. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ഗാന്ധിജി അപ്പൂപ്പൻ്റെ അവിടെയൊക്കെ നടന്നു. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചതെന്നൊക്കെ പണ്ട് ചേച്ചിത്താക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ നടന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്തിനോ പ്രൈസ് കിട്ടി, ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പിള്ളേർ ഓടി വന്നിട്ട് ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് എന്താവുമെന്ന് വെച്ചിട്ട് ഞെട്ടിപ്പോയി നോക്കി നിൽക്കണതാണ് ഈ കാണുന്നത്. ഡാൻസ് ഒക്കെ കഴിഞ്ഞ് കോസ്റ്റ്യൂമൊക്കെ മാറ്റിയപ്പോഴത്തേനും എനിക്ക് വിശക്കുന്നതെന്നും പറഞ്ഞിട്ട് നിലവിളി തുടങ്ങി ഉണ്ണിമോൾ. അപ്പോൾ ഇത് നമ്മുടെ സ്കൂളിൻ്റെ അകത്ത് തന്നെ അമ്മക്കൂട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ക്യാൻറ്റീൻ ചെറിയ പോലത്തെ ഒരു സെറ്റപ്പാണ്. അവിടുന്ന് ചിക്കൻ ബോൾ മേടിച്ച് തന്നു എനിക്ക് ഉണ്ണിമോളും ശജിത്തയും. അത് പോരാണ്ട് പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് ജ്യൂസൊക്കെ മേടിച്ച് ഉണ്ണിമോൾക്കൊരു സ്മൂത്തിയൊക്കെ മേടിച്ച് നമ്മൾ അതും കുടിച്ചു. അതിൻ്റെ ഇടയിൽ ചെയ്ത വന്നിട്ട് ഇതാ തേനിലാവൊക്കെ വേണമെന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു വേണ്ട, മധുരം എനിക്ക് വേണ്ട. അതിൻ്റെ ഇടയിൽ വേറൊരു മിഠായി നമ്മൾ മേടിച്ചു. അതെന്താ സംഭവം എന്നറിയാല, എന്തായാലും തിന്നാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും മേടിച്ച് തന്നു എനിക്ക്. പിന്നെ കടയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ സ്കൂളിലേക്ക് തന്നെ പോകുന്നു. സ്കൂളിൽ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവിടെ നാടകത്തിൽ അഭിനയിക്കാനുള്ള ഉണ്ണിയോളിങ്ങനെ ഒരുങ്ങി നിൽക്കുമായിരുന്നു. ഇവനെയാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇവനാണോ ഇവളാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് പെങ്കുച്ചിൻ്റെ പോലെയാണ് ബാക്ക് തോന്നിയത്. പിന്നെയും ഞാൻ ഫ്രണ്ടിൽ വന്നിട്ട് ഞാൻ ചോദിച്ചു, ഏടാ നീ അവനാണോ അവളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവനെ. നല്ല രസമുണ്ടായിരുന്നു അവനെ കാണാനായിട്ട്. പിന്നെ അവിടെ ഒരു പോലീസുകാരിയാണെന്ന് വിചാരിച്ചു, പക്ഷെ പോലീസുകാരി അല്ലായിരുന്നു, വാച്ച്മാൻ എന്തോ ക്യാരക്ടറാണെന്ന് തോന്നുന്നു എനിക്ക്. അവളുടെ അടുത്ത് ഞാൻ ഹായ് പറഞ്ഞു. അപ്പോൾ അതാ ചൂലും പിടിച്ചിട്ട് ഒരാൾ നിൽക്കുന്നു. അവളെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, നല്ലൊരു രസമുണ്ടായിരുന്നു അവളെ കാണാനായിട്ട്. അവളും ഹായ് ഒക്കെ പറഞ്ഞ്. അപ്പോഴാണ് അപ്പുറത്ത് ഒരുത്തൻ ഇതേപോലെ കയറൊക്കെ കെട്ടി ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത്. അവനും എനിക്ക് ഹായ് ഒക്കെ പറഞ്ഞു. അങ്ങനെ പിള്ളേരെല്ലാം ഫുള്ള് സെറ്റായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഉച്ചയായപ്പോഴത്തേനും എനിക്ക് മതിയായി നടന്നിട്ട്. അപ്പം ഞാൻ വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്കൂളൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് വീട്ടിലേക്ക് പോന്നു.